16ാമത്തെ തവണയാണ്. ഇനി നിന്റെ കൂടെ ഞാൻ പെണ്ണ് കാണാൻ വരുന്ന പ്രശ്നമില്ല. ഇതെങ്കിലും തുറപ്പിക്കും. അതിപ്പോ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടാതെ എങ്ങനെ? ആദ്യം പെണ്ണിന് എന്നെ ഇഷ്ടപ്പെടുന്നു. എനിക്കെന്താ കുഴപ്പം? എന്റെ ഈ പലകപ്പൽ തന്നെ അത് കാണിച്ച് അതി അടിക്കണ്ട. എന്താ പറഞ്ഞേ? അല്ല, ഞാൻ എന്റെ പല്ലുവേദനയുടെ കാര്യം പറയായിരുന്നു. ഭയങ്കര പല്ലുവേദന. അതെന്തിഷ്ടാ? അതെ. മോളെ രവികുമാറിന്റെ അച്ഛനും അമ്മയൊക്കെ എന്നത്തേക്ക് എത്തും? അവര് 15-ാം തീയതി എത്തും അല്ലേ? അതെ. എന്നാ കത്തിൽ? അവർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടേ ആയിക്കോട്ടെ. നമ്മൾ അതിനുള്ള അവസരം കൊടുത്തില്ല. പരാതി വേണ്ട. ആയിക്കോട്ടെ. അയ്യോ, അത് വേണമെന്നില്ല. ഞങ്ങൾ സൗകര്യം പോലെ പിന്നെ സംസാരിച്ചോളാം. അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥിന്റെ ജൂനിയർ അല്ലേ? ഞാനവിടെ വരാറുണ്ട്. മണ്ണുത്തി ലോ കോളേജിലാണ് പഠിച്ചതല്ലേ? അല്ല, മണ്ണുത്തിയിലത് വെറ്റിനറി കോളേജാ. ഞാൻ പഠിച്ചത് എറണാകുളം ലോ കോളേജിലാണ്. മണ്ണുത്തി എറണാകുളമൊക്കെ അടുത്തടുത്ത് തന്നെ. സൗകര്യം പോലെ പിന്നെ സംസാരിച്ചാൽ മതി. അതന്നെ നല്ലത്. ഉറങ്ങിയില്ലല്ലേ? എല്ലാവരെയും ഒരു വിധത്തിൽ യാത്രയ്ക്ക് വിട്ടു. ഈ കസേരക്കൊക്കെ എന്താ വാടക? നമ്മുടെ ഈ സാധാരണ ഇരുമ്പ് കസേരയ്ക്ക് 3 രൂപ, മേശ 7 രൂപ. ഞാൻ കുറെ ബാർഗൻ ചെയ്ത് നോക്കി. അവന്മാർ 5 പൈസ കുറച്ചില്ല. ഗിഫ്റ്റ് പാക്കറ്റ് ഒന്നും തുറന്നു നോക്കാൻ പറ്റില്ല. ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഓരോരുത്തന്മാർ എന്താണ് തന്നതെന്ന് അറിയാമല്ലോ. അയ്യോ, മണി 11 കഴിഞ്ഞു. എല്ലാം കൂടെ നോക്കുമ്പോ ഇനിയിപ്പോ നേരം വെളുക്കും. സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? കുറുക്കുകാരൻ അസലായിരുന്നു അല്ലേ? ഈ കുക്കിനെ ഹരികൃഷ്ണൻ മണപ്പാടിന്ന് കൊണ്ടുവന്നതാ. ഹരികൃഷ്ണൻ പാവം. എന്റെ കല്യാണം അവന്റെ കല്യാണം പോലെ ആയിരുന്നു അവന്. പാമ്പ് കടിച്ചു. 8 അടി മൂർഖൻ. കിടപ്പിലായിപ്പോയി. നാളെ രാവിലെ നമുക്ക് അവനെ പോയി കാണാം. ഇരിക്കും. അതാ ഞാൻ ആളുകൾ ഈ പറയുന്ന പോലൊന്നും അല്ലാന്ന് തോന്നുന്നു. ആദ്യ രാത്രി പകലത്തെ ഈ അഭ്യാസമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് എന്തൊരു നല്ല ക്ഷീണം ഉണ്ടാവും. കിടന്നോളൂ, കിടന്നോളൂ. ഞാനും കിടക്കാം. ഈ ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല. ഓഫ് ചെയ്യട്ടെ?